തിരുവനന്തപുരം നിയോജക മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി ആന്റണി രാജു പ്രചാരണ തിരക്കിലാണ്. ആന്റണി രാജുവിനൊപ്പം ഞങ്ങളുടെ പ്രതിനിധി റഹീസ് റഷീദുമുണ്ട്. തിരുവനന്തപുരം മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി ആന്റണി രാജു ആണ് ഇന്ന് നമ്മൾക്കൊപ്പമുള്ളത്. അദ്ദേഹം വോട്ട് ചോദിക്കുന്നതിന്റെ തിരക്കിലാണ്. എങ്ങനെയുണ്ട് പ്രചരണം? കണ്ടില്ലേ, പ്രവർത്തകരുടെ ആവേശം, ജനങ്ങളുടെ പ്രതികരണം. ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ വൻപിച്ച ഭൂരിപക്ഷം ജയിക്കാൻ പോവാണ്. കേരളത്തിൽ അധികാരത്തിൽ വരാൻ പോകുന്ന ഇടതുമുന്നണിയുടെ ഭാഗമായി ഈ നിയോജക മണ്ഡലം വിധി എഴുതുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഈ ചൂടൊക്കെ ഏൽക്കുന്നുണ്ടോ? ഞങ്ങൾ ചൂട് അറിയുന്നേ ഇല്ല. തെരഞ്ഞെടുപ്പിന്റെ ചൂടിനേക്കാൾ ഒട്ടും ചൂടല്ല അന്തരീക്ഷത്തിലെ ചൂട്. എങ്ങനെയുണ്ട് വോട്ടർമാരുടെ പ്രതികരണം? കണ്ടില്ലേ, ഇതേ എല്ലാം ഓക്കെ. ഈ എതിർ സ്ഥാനാർത്ഥി പറയുന്നത് വിജയിച്ചാല് ഞാൻ മന്ത്രിയാണെന്നൊക്കെയാണ്. താങ്കളെ അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? ശ്രീശാന്തിനെ ഉദ്ദേശിച്ചാണോ? അല്ലല്ല, വിജയകുമാർ. ഇവിടെ അങ്ങനെ ഒരു ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോ ഇടതുപക്ഷ മുന്നണിയുടെ പ്രതിനിധികളല്ലേ മന്ത്രിമാരാകുന്നത്. താങ്ക് യു. വോട്ട് ശരി. ഇടതുപക്ഷ മുന്നണിയിലെ അധികാരത്തിൽ വരാൻ പോകുന്നത് അത് ഇപ്പോഴും തുടർ ഭരണം എന്നുള്ളത് ഇപ്പോൾ ഒരു മാസമായിട്ട് കേൾക്കാനില്ല. അപ്പോൾ LDF വീണ്ടും അധികാരത്തിൽ വരികയാണ്. 4 സ്ഥാനാർത്ഥികളാണ് ജനാധിപത്യ കേരള കോൺഗ്രസിനെ മത്സരിക്കുന്നത്. 4 പേരും ജയിക്കുകയും LDF അധികാരത്തിൽ വരികയും ചെയ്താൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ ഒരു മന്ത്രിയെ പ്രതീക്ഷിക്കാവോ? അല്ല, അങ്ങനെയൊന്നും നമ്മളിപ്പോൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. ശ്രീശാന്തിന്റെ മത്സരം നമ്മുടെ സാഹചര്യം കൂടുതൽ അനുകൂലമാക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത്. രണ്ടും BJPയും കോൺഗ്രസും ഒരു നാണയത്തിന്റെ 2 വശങ്ങളാണ്. വർഗീയതയുടെ 2 പ്രതിബിംബങ്ങളാണ്. അതുകൊണ്ട് മതേതരത്വം ആഗ്രഹിക്കുന്ന ജനങ്ങൾ മതേതര പ്രസ്ഥാനങ്ങൾക്ക് അനുകൂലമായിട്ട് വിധി എഴുതും. ഇവിടെ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ മതേതര പ്രസ്ഥാനങ്ങളുടെ പ്രതിനിധിയായിട്ടാണ് ഞാൻ മത്സരിക്കുന്നത്. അപ്പോൾ അത് ആഗ്രഹിക്കുന്ന ജാതിമത ഭേദമന്യേ മതന്യൂനപക്ഷങ്ങളും മതസൗഹാർദ്ദം വേണമെന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങളും ഇടതുപക്ഷ മുന്നണിക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്യും. ഒന്നാം ഘട്ട പര്യടനം പകുതിയായോ മണ്ഡലത്തിന്റെ? ഒന്നാം ഘട്ട പര്യടനം പകുതിയായി. ഒന്നാം ഘട്ട പര്യടനം 9-ാം തീയതി തീരും. എല്ലാവിധ വിജയാശംസകളും. ഞങ്ങളുടെ ഓഫീസ് 8-ാം തീയതി പന്നിന്റെ വീണ്ടും ഉദ്ഘാടനം ചെയ്യും. വാൻഡ്രോസ് ജംഗ്ഷനിൽ. ഓക്കെ.